ഹലോ മച്ചന്മാരെ, എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം. വിസ്മയ സിനിമാസ് പെരിന്തൽമണ്ണയിൽ ഭീകര തിരക്ക് എന്നുള്ളതാണ്. 25 ശനിയാഴ്ച നമുക്ക് റെഡ് അലേർട്ട് ആണെങ്കിൽ 25 തന്നെ വിസ്മയിൽ ഓറഞ്ച് അലേർട്ട് പിറന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഇന്ന് ഞായറാഴ്ച നോക്കുമ്പോൾ എല്ലായിടത്തും ഗ്രേ അലേർട്ടാണ്. അതായത് ഹൗസ്ഫുൾ എന്നുള്ള ലെവലാണ്. ഏകദേശം 9 ഷോകളാണ് പെരിന്തൽമണ്ണയിലുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തിന് മുമ്പ് തന്നെ ഫുള്ളായിരിക്കുന്നു, അതും ഹൗസ്ഫുൾ ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു രക്ഷയുമില്ലാത്ത കൊലത്തൂക്ക് എന്ന് തന്നെ പറയാം. കേരളത്തിലുടനീളം ഇന്ന് ടർബോയ്ക്ക് കിട്ടുന്ന അഭിപ്രായവും അതേപോലെ തന്നെ ബുക്കിങ്ങും അതുതന്നെയാണ്. 3 ദിവസം കൊണ്ട് സിനിമ വേൾഡ് വൈഡായിട്ട് 40 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 4-ാം ദിവസമായി ഇന്നുകൊണ്ട് സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് 3 ദിവസങ്ങൾ കൊണ്ട് സിനിമ 15 കോടിക്ക് അടുത്തെത്തുമ്പോൾ 4-ാം ദിവസം കൊണ്ട് സിനിമ 18 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഒരുപക്ഷെ 20 കോടിയിലേക്ക് ടച്ച് ചെയ്താൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും ഗംഭീരമായിട്ടുള്ള ബുക്കിംഗാണ്. വലിയ രീതിയിൽ ഡീഗ്രഡേഷൻ നടക്കുമ്പോഴും കണ്ടിറങ്ങുന്നവർ കൈയടിച്ചിറങ്ങുന്നു. കാരണം ഇത് മമ്മൂട്ടിയിൽ നിന്നുള്ള കൊടൂരമായ പെർഫോമൻസാണ്. ബഡ്ജറ്റിൽ 35-40 കോടിയാണ് സിനിമയുടേതായി പറയുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് എന്നുള്ള, മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബഡ്ജറ്റ് മൂവിയാണ് ഈ ഒരു സിനിമ. അതായത് 35 കോടി എന്ന് പറയുന്ന, ആകെ ഇതിന് മുകളിൽ വമ്പൻ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്ന ആകെ ഒരു സിനിമ അല്ലെങ്കിൽ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്ന ആടുജീവിതമാണ് എന്നുള്ളതാണ്. 82 കോടിയോളമായിരുന്നു ആ സിനിമയുടെ. ഏകദേശം 5-6 വർഷം എടുത്തിട്ടാണ് സിനിമ ചിത്രീകരിച്ചതും. എന്തായാലും ഈ ഒരു സിനിമ 35 കോടിക്ക് മുടക്ക് മുതൽ വരുന്ന ഈ ഒരു സിനിമ ആദ്യ വാരത്തിൽ തന്നെ പ്രോഫിറ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് സമീപകാലത്തിറങ്ങിയ ഒട്ടുമിക്ക സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വെറും 3-4 ദിവസങ്ങൾ കൊണ്ട് സിനിമ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുന്നു. കേരളത്തിൽ നിന്ന് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ മൊത്തം മുടക്ക് മുതൽ തിരിച്ചു പിടിക്കും എന്നുള്ള ലെവലിലാണ് സിനിമയുടെ ഇപ്പോഴത്തേക്ക് ഉള്ള പോക്ക്. അതായത് ഇതുവരെ സിനിമ 14 കോടിക്ക് മുകളിൽ 3 ദിവസം കൊണ്ട് നേടി. 4-ാം ദിവസം കൊണ്ട് 18 കോടിക്ക് വരും. വരുന്ന ആഴ്ചകളിലേക്ക് സിനിമ 35 കോടിക്ക് മുകളിൽ കേരള കളക്ഷനിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്തായാലും മമ്മൂട്ടി കമ്പനി നൽകുന്ന ഓരോ സിനിമയും ഗംഭീരമാകുന്നു. മികച്ച രീതിയിൽ പോകുമ്പോൾ ഒരു കാര്യം പറയാം, ഇവിടെ എത്രത്തോളം ഡീഗ്രേഡ് ചെയ്താലും ഒരു കാര്യവുമില്ല, സിനിമ ഗംഭീരമായി പോകുന്നു. പ്രത്യേകിച്ച് 73-കാരൻ്റെ അഴിഞ്ഞാട്ടം തന്നെയാണ് ആളുകൾ കൈയടിച്ച് സ്വീകരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.